Welcome to all. I am Satish Kumar, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, KSEB സബ് എഞ്ചിനീയർ, ഓവർസിയർ, മീറ്റർ റീഡർ എന്നൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനുകളും അതിന്റെ ആൻസറുകളും പാർട്ട് 7 ആണ് നമ്മൾ ഇന്നിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. 76ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ 100Ah 12-volt battery should deliver a current of 4 ampere for approximately dash hours. ഒരു 100 ആംപിയർ അവർ 12 വോൾട്ട് ബാറ്ററി ഒരു 4 ആംപിയർ കറണ്ട് വെച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എത്ര മണിക്കൂർ അതിന്റെ ബാക്കപ്പ് കിട്ടുമെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. 8 hours, 12 hours, 24 hours, 25 hours. അപ്പൊ ഇവിടെ ഈ 12 വോൾട്ട് എന്നുള്ളത് പലരെയും തെറ്റിദ്ധരിപ്പിക്കും. അത് പ്രശ്നമല്ല. 100 ആംപിയർ 4 ആംപിയർ വെച്ച് ആംപിയർ അവറാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 100 ആംപിയർ അവർ ആയതുകൊണ്ട് തന്നെ 100 ഡിവൈഡ് ബൈ 4 ഈസ് ഈക്വൽ ടു 25 hours ആണ് ശരിക്കുള്ള ആൻസർ. ഓക്കെ. 77ാമത്തെ ചോദ്യം. പവർ ഫാക്ടർ cos phi ഈസ് ഈക്വൽ ടു ഓപ്ഷൻസ് നോക്കാം. ട്രൂ പവർ ബൈ അപ്പാരന്റ് പവർ, അപ്പാരന്റ് പവർ ബൈ ട്രൂ പവർ, റിയാക്റ്റീവ് പവർ ബൈ ട്രൂ പവർ, ട്രൂ പവർ ബൈ റിയാക്റ്റീവ് പവർ. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ട്രൂ പവർ ബൈ അപ്പാരന്റ് പവർ ആണ്. ഓക്കെ. 78ാമത്തെ ക്വസ്റ്റ്യൻ. പവർ ഇൻ എ 3-phased ബാലൻസ്ഡ് ലോഡ് ഈസ്. ഒരു 3-phase ബാലൻസ്ഡ് ലോഡിലെ പവറിന്റെ ഇക്വേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് √3 VLIL, 3 VLIL, √3 VLIL cos phi, 3 VLIL cos phi. അപ്പൊ ഇവിടെ ഒരു ബാലൻസ് ലോഡില് എപ്പോഴും √3 VLIL cos phi ആയിരിക്കും അതിന്റെ ഇക്വേഷൻ. 79ാമത്തെ ചോദ്യം. 3-phase 2 watt meter system is applicable for dash system. അപ്പോ ഏത് ടൈപ്പുള്ള ലോഡിനാണ് 3-phase 2 watt meter സിസ്റ്റം യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ബാലൻസ്ഡ് ആസ് വെൽ ആസ് അൺബാലൻസ്ഡ് സിസ്റ്റംസ്, ബാലൻസ്ഡ് ലോഡ്, അൺബാലൻസ്ഡ് ലോഡ്, നൺ ഓഫ് ദീസ്. അപ്പോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് രണ്ടെണ്ണത്തിനും നമുക്ക് ഒരേപോലെ ഉപയോഗിക്കാം. ബാലൻസ്ഡ് ആസ് വെൽ ആസ് അൺബാലൻസ്ഡ് സിസ്റ്റംസ് ആണ്. ഓക്കെ. ഒരു ബാലൻസ്ഡ് സിസ്റ്റത്തിന് നമുക്ക് 2 വാട്ട് മീറ്റർ അല്ല 2 എലമെന്റ് വാട്ട് മീറ്റർ ആണ് ഉപയോഗിക്കുന്നത്. അൺബാലൻസ്ഡ് നമുക്ക് ഇത് ഉപയോഗിക്കാം. ഓക്കെ. ഇപ്പോ നൺ ഓഫ് ദീസും അല്ല. 80ാമത്തെ ചോദ്യം. എ പെർമനന്റ് മാഗ്നറ്റ് MC മീൻസ് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ് വിൽ റീഡ് ദ ക്വാണ്ടിറ്റി ഡാഷ് ക്വാണ്ടിറ്റി. ഒരു പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ് ഏത് ക്വാണ്ടിറ്റിയാണ് റീഡ് ചെയ്യുന്നത് നോക്കാം. ഓപ്ഷൻസ് AC only, DC only, both AC and DC, all of the above. അപ്പോൾ മുമ്പുള്ള വീഡിയോയിൽ ഞാൻ ഇതിന്റെ ക്വസ്റ്റ്യൻ ആവർത്തിച്ചിട്ടുള്ളതാണ്. അപ്പോ മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ്സുകൾ ഒരിക്കലും AC-യിൽ വർക്ക് ചെയ്യത്തില്ല. അപ്പൊ ബോത്ത് AC ആൻഡ് DC. അപ്പൊ അതുകൊണ്ട് തന്നെ ആൻസർ തെറ്റാണ്. ഓൾ ഓഫ് ദ അബവ് തെറ്റാണ്. പെർമനന്റ് മാഗ്നറ്റുകൾ എപ്പോഴും DC-യിൽ ഓൺലി ആയിരിക്കും. അതേസമയം മൂവിംഗ് അയൺ ആണെങ്കിൽ AC-യിലും DC-യിലും വർക്ക് ചെയ്യും. ഓക്കെ. 81ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. എ ഗ്രാവിറ്റി കൺട്രോൾഡ് ഇൻസ്ട്രുമെന്റ് ക്യാൻ റീഡ് ഡാഷ് പൊസിഷൻ ഓഫ് ക്വാണ്ടിറ്റീസ്. ഒരു ഗ്രാവിറ്റി കൺട്രോൾഡ് ഇൻസ്ട്രുമെന്റ് അത് ഏത് പൊസിഷനിലായിരിക്കും? ഹൊറിസോണ്ടലായിരിക്കുമോ? ഓപ്ഷൻ നോക്കാം. ഹൊറിസോണ്ടലായിരിക്കുമോ, വെർട്ടിക്കൽ ആയിരിക്കുമോ, ഇൻക്ലൈൻഡ് ആയിരിക്കുമോ, നൺ ഓഫ് ദീസ് ആണ്. ഇതൊന്നും അല്ല, മറ്റെന്തെങ്കിലും ആണോ എന്നാണ്. അപ്പൊ എപ്പോഴും ഒരു ഗ്രാവിറ്റി കൺട്രോൾ എന്നുള്ളത് എപ്പോഴും വെർട്ടിക്കലായിട്ട് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ആൻസർ ഈസ് വെർട്ടിക്കൽ. 82ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോവിങ് എഫക്ട് ഈസ് യൂസ്ഡ് ഇൻ എ വാട്ട് മീറ്റർ. ഒരു വാട്ട് മീറ്ററിനകത്ത് ഈ താഴെ തരുന്ന ഓപ്ഷനായിട്ട് തരുന്നതിൽ ഏത് എഫക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. തെർമൽ, കെമിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോഡൈനാമിക്. തെർമൽ അല്ല, കെമിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോഡൈനാമിക്. നമുക്ക് അറിയാം ഫോളോവിങ് എഫക്ട്. ഈ ഒരു വാട്ട് മീറ്ററിനകത്ത് എന്ത് തന്നെയാലും ഒരു കെമിക്കൽ എഫക്ട് ഇല്ല, മെക്കാനിക്കൽ എഫക്ട് ഇല്ല, തെർമൽ എഫക്ട് ഇല്ല. എപ്പോഴും ആൻസർ ഈസ് ഇലക്ട്രോ ഡൈനാമിക് എഫക്ട് ആണ് യൂസ് ചെയ്യുന്നത്. 83ാമത്തെ ക്വസ്റ്റ്യൻ. ദ മാക്സിമം കറന്റ് പാസ് ത്രൂ എ 2 ohm 2 watt meter 2 watt റെസിസ്റ്റർ ഈസ്. ഒരു 2 ohm 2 watt ഉള്ള റെസിസ്റ്റർ. അപ്പൊ പലർക്കും ഒരു ഡൗട്ട് വരുന്നത് 2 ohm അല്ലേ ഉള്ളൂ എന്നുള്ളതാണ്. ഒന്നുമല്ല. 2 watt അതിനകത്ത് നമുക്ക് മാക്സിമം കറണ്ട് എന്ന് പറയുന്നത് 1 ആംപിയർ ആയിരിക്കും. ഓക്കെ.
84ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ബിഫോർ യൂസ് ആൻ ഓം മീറ്റർ യു മസ്റ്റ് ഷുവർ ദാറ്റ്. ഒരു ഓം മീറ്റർ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് പറയുന്ന ഓപ്ഷൻസ് ഏതൊക്കെ നോക്കാം. ദ റേഞ്ച് ഈസ് കറക്റ്റ്, സെറ്റ് ദ നീഡിൽ ഈസ് 0, ഷോർട്ട് ദ ലീഡ്സ്, ഓൾ ഓഫ് ദ അബവ്. ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് ആ റേഞ്ച് കറക്റ്റ് ആണോ നോക്കണം, നീഡില് 0 ആണോ നോക്കണം, ഇതെല്ലാം ലീഡെല്ലാം ടെസ്റ്റ് ചെയ്യണം, ഇങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ അതല്ല, ഇതെല്ലാം ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദ അബവ് ആണ്. കാരണം ഒരു ഓം മീറ്റർ എന്നുള്ള മൾട്ടിമീറ്ററിലായാലും ഓം മീറ്റർ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും അത് വോൾട്ടേജിലോ മറ്റൊന്നും ആയി പോകരുത്, മീറ്റർ ഡാമേജ് ആവും. അതുപോലെ തന്നെ നമുക്ക് കറക്റ്റ് ആക്യുറേറ്റ് വാല്യൂ കിട്ടാൻ വേണ്ടി അനലോഗ് ആണെങ്കിൽ ആ മീറ്ററിന്റെ നീഡില് 0 ആണോ എന്നുള്ളത് സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ, ഷോർട്ട് സർക്യൂട്ടിൽ അത് വർക്ക് ചെയ്യുമ്പോൾ 0 കാണിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ലീഡുകൾ തമ്മിലൊന്ന് ഷോർട്ട് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പൊ ആൻസർ ഈസ് ഓൾ ഓഫ് ദ അബവ്. 85ാമത്തതും ഈ വീഡിയോയിലെ അവസാനത്തുമായ ക്വസ്റ്റ്യൻ ആണ്. ആൻ എർത്ത് മെഗർ മെഷേഴ്സ് ദ റെസിസ്റ്റൻസ് ഇൻ ഡാഷ്. ഒരു എർത്ത് മെഗർ ഏത് റെസിസ്റ്റൻസ് ആണ് ഇതിനകത്ത് കാണിക്കുന്നത്, എന്ത് റെസിസ്റ്റൻസ്, ഏത് വാല്യൂലുള്ള റെസിസ്റ്റൻസ് ആണ് കാണിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. മില്ലി ഓംസ്, മെഗാ ഓംസ്, ഓംസ്, ടെറാ ഓംസ്. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഓംസ് ആണ്. അതിനകത്ത് ഇലക്ട്രോണിക് മീറ്റേഴ്സ് ആണെങ്കിൽ, ഡിജിറ്റൽ ഇലക്ട്രോണിക് മീറ്റർ ടൈപ്പ് ആണെങ്കിൽ അതിനകത്ത് 0 to 10ഉം 10 to 1000ഉം ആണ് കാണിക്കുന്നത്. ഇനി ഇതൊന്നും അല്ലാതെ മറ്റു മീറ്ററുകളാണെങ്കിൽ, അനലോഗ് ടൈപ്പ് ആണെങ്കിൽ നമ്മൾ അതിനെ റൊട്ടേറ്റ് ചെയ്യുന്ന അനുസരിച്ച് അതിലും ഈ പറഞ്ഞ ഒറ്റ റീഡിങ്ങേ കാണിക്കുന്നുള്ളൂ. അത് 0 തൊട്ട് 100 ഓം വരെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആൻസർ ഓംസ് ആണ്. അപ്പൊ മില്ലി ഓംസോ മെഗാ ഓംസോ ഒന്നും അല്ല. അപ്പോ പാർട്ട് 7 ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ ഇനി പാർട്ട് 8 വരുന്നവരെ വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഫസ്റ്റ് സ്ലൈഡിൽ കാണുന്ന ഫോൺ നമ്പറിലോ അല്ലെങ്കിൽ വീഡിയോയുടെ കമന്റ് ബോക്സിലോ രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വളരെ വിലപ്പെട്ടതാണ്. അടുത്ത വീഡിയോ കാണുന്നത് വരെ താങ്ക് യു.